ഏവർക്കും നമസ്കാരം. ക്രിട്ടിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് വല്ലാത്തൊരു വൃത്തികെട്ട മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് നിഫ്റ്റി താഴേക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ്, ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആ ഓപ്പൺ ചെയ്ത് എവിടെയാണോ ഇവിടെയാണ് ബാങ്ക് നിഫ്റ്റി വന്നത്. 9:15 ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്തു. കൃത്യമായി പറയുകയാണെങ്കിൽ അവിടെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചത്. നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഹയർ സൈഡിലേക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം അവിടുന്ന് ഇറങ്ങി താഴേക്ക് വന്ന് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു നിഫ്റ്റി സംഭവിച്ചത്. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നിഫ്റ്റി കൃത്യമായി ഒരു കഴിഞ്ഞ ഒരു 2 ദിവസം വെള്ളിയാഴ്ചയും ഇന്നും ഒരേ ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് ഒരേ റേഞ്ച് തന്നെ കിടന്ന ബാങ്ക് നിഫ്റ്റിയും കിടന്ന് കളിക്കണം. അപ്പൊ യൂഷ്വലി പറയുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ്, ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് തന്നെയാണ്. നിഫ്റ്റി ഇന്നലത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ റേഞ്ചിനകത്ത് കിടന്നാണ് ബാങ്ക് നിഫ്റ്റി കളിച്ചത്. അപ്പൊ നമ്മുടെ ഈ ക്യാപ്ഷനിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളപ്പോ അത് ആദ്യമേ ഞാൻ കടക്കാം. ക്യാപ്ഷനിൽ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി 52,267 വരുമെന്ന് ചോദിച്ചുള്ള ഒരു ക്യാപ്ഷനകത്ത് കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ഒരു റീസൺ ആയ കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി പ്രകാരം ബാങ്ക് നിഫ്റ്റി ഫെയിൽഡ് ഓപ്ഷൻ അറിയുകയാണ് ചെയ്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബാങ്ക് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു. വീക്കിലി പ്രകാരം ബാങ്ക് നിഫ്റ്റി ഫെയിൽഡ് ഓപ്ഷൻ തരികയും ആ ഫെയിൽഡ് ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു, ബാങ്ക് നിഫ്റ്റി ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം 51,641 എന്ന് പറഞ്ഞ് അതിന് മുകളിൽ നിൽക്കുന്നതോളം കാലം 52,267 വരുമെന്നാണ് ഫെയിൽഡ് ഓപ്ഷന്റെ ഒരു സെറ്റപ്പ് ട്രേഡ് പ്രകാരം. SD ബാൻഡും ബാക്കിയുള്ള ATR ടാർഗറ്റൊക്കെ വെച്ചാണ് ഈ 51,267 പറഞ്ഞത്. സോ ബാങ്ക് നിഫ്റ്റി എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഇന്നും നോക്കി, ഇന്നലെ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ ആയിരുന്നു, ഇന്ന് ഒരു ബി ഷേപ്ഡ് പ്രൊഫൈൽ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ രണ്ട് പ്രൊഫൈലിനെ ഞാൻ കമ്പൈൻ ചെയ്യാൻ പോവാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, മാർക്കറ്റ് ഒരു റേഞ്ചിൽ അകത്ത് കിടന്ന് കളിക്കുന്നത് കുറച്ചും കൂടെ ഈസിയർ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു ഒരു എന്തുവാണ് ഈ പ്രൊഫൈലിനെ കമ്പൈൻ ചെയ്യുന്നു. ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക, ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു 50,933 ഭാഗത്ത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നല്ലോ 50,933 ഫ്യൂച്ചർ ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അത് പ്രകാരം 51,641 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീക്കില് അതിന് FA കൺഫേം ആവുകയും FA ടാർഗറ്റായി 52,267 വരികയും ചെയ്യും. സോ മറ്റു കഴിഞ്ഞ വെള്ളിയാഴ്ച എവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്? 51,651 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പൊ ആ FA ആക്റ്റീവ് ആയിരിക്കുകയാണ്. അത് പ്രകാരമുള്ള ടാർഗറ്റായി 52,267ലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഞാൻ ഇന്നലത്തെയും പിന്നെ നമ്മൾ ഡെയിലിയുള്ള വ്യൂവിലേക്ക് നമുക്ക് വരുന്നു. ഇന്നത്തെയും ഇന്നത്തെ പ്രൊഫൈൽ നോർമൽ ഡേ ആണ്. മെനിങ്ങാനത്തെ പ്രൊഫൈലും ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. അപ്പൊ രണ്ടുകൂടെ ഞാൻ കമ്പൈൻ, ഇന്ന് ബി ഷേപ്ഡ്, കഴിഞ്ഞ വെള്ളിയാഴ്ച പി ഷേപ്ഡ്, രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് ഒരു ബാലൻസ് പ്രൊഫൈലാക്കി വെച്ചു. നിങ്ങൾ ഈ കാണുന്നത് ബാലൻസ് ആണ്. അപ്പം ഈ ബാലൻസിന്റെ POC ആയ 51,660 അല്ലെങ്കിൽ 51,700 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ 51,750 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ POC ആയ 51,900 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 52,166 എന്ന് പറഞ്ഞ ഈ SD ബാൻഡും അതിന് മുകളിൽ 52,267 എന്ന് പറഞ്ഞ നമ്മുടെ ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റി വരും. ഇപ്പൊ ഏതൊക്കെയാണ്? 51,700 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,900, 52,166, അതിന് മുകളിൽ 56,267 ബാങ്ക് നിഫ്റ്റി വരും. ഇനി താഴോട്ടാണെങ്കിൽ ഓർത്തോളുക, 50,500 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബെയറിഷ്നസ് വരാൻ പറ്റും. 51,500 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഒരു ബെയറിഷ്നസ് വരുള്ളൂ. 51,500 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എത്ര വരും? എത്രയാണ്? 51,270യും അതിന് താഴെ 51,190യും അതിന് താഴെ 51,122 ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പൊ ഞാൻ ഇവിടെ ഒരു മാർക്കറ്റ് ഒരു ബാലൻസിങ് ആയതുകൊണ്ട് ഞാൻ ഈ പ്രൊഫൈലിനെ ഞാനൊന്ന് മെർജ് ചെയ്തു. വേറെ ഒന്നും വേണ്ടിയിട്ടില്ല, നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പ്രൊഫൈലിനൊക്കെ ഒന്ന് മെർജ് ചെയ്തു. അപ്പൊ മാർക്കറ്റ് കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ പ്രൊഫൈൽ എങ്ങനെ പോകുന്നു. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, നിങ്ങൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. ഇപ്പൊ ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റി 50,500 താഴെ നിൽക്കുകയാണെങ്കിൽ 50,308, അതിന് താഴെ 51,250, അതിന് താഴെ 51,130 ബാങ്ക് നിഫ്റ്റി വരെയുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആയല്ലോ?
അതിന് താഴെ തിരിച്ച് 51,030 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മുകളോട് ഞാൻ പറഞ്ഞു, താഴോട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ലെവൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാർക്ക് ചെയ്യുക. 51,650 നമ്മുടെ പി ഒ സി. 51 ഓർത്തോളുക. അപ്പൊ 51,650 ആണ് നമ്മുടെ പി ഒ സി. 51,650, 51,650. അപ്പൊ അതാണ് നമ്മുടെ പി ഒ സി. പി ഒ സിയുടെ കളർ ഞാൻ കൊടുത്തു മാഗ്നീറ്റ കളർ ബാങ്ക് നിഫ്റ്റിക്ക്. 51,650 700 റെസിസ്റ്റൻസ് ആണ്. 51,700 ചെറിയ റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ മാത്രമേ നമുക്കൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ കളർ എന്താണ്, ബ്ലാക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ബ്ലാക്ക് കൊടുത്തു. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എവിടം വരെ പോകും? 51,900, 51,900. ഓക്കെ, 51,900 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകും. അതിന് മുകളിൽ 52,166 എന്ന ലെവലും, അതിന് മുകളിൽ നമ്മുടെ എഫ് എ ടാർഗറ്റ് ആയ 52,267 വരും. ഓക്കെ, സോ ഓർത്തോളുക. ഈ ഒരു സാധനം നമുക്ക് താഴെ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 51,166, 52,267 ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതൽ. ഇനി സപ്പോർട്ട് എത്രയാണ്? 51,500 നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ലോ ആണ്, പുതിയ കോൺട്രാക്ടിന്റെ ലോയും കൂടെയാണ് ഞാൻ സപ്പോർട്ട് എടുത്തു. അതിന് താഴെ 51,305, 50,05. ഓക്കെ, അതിന് താഴെ 51,250, 51,250, അതിന് താഴെ 52,130 ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിലെ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ നിൽക്കുക. ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ. ക്ലിയർ ആയാലും ഇതൊരു പി ഒ സി ആണ്, ഒരു ബാലൻസ് ഡേയുടെ പി ഒ സി ആയതുകൊണ്ട് മാഗ്നീറ്റ കളർ വച്ചിരിക്കുക. സോ ഓർത്തോളം ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. ഈ ലെവലിനകത്ത് കിടന്ന് കളിക്കുകയെങ്കിൽ ബാങ്ക് നിഫ്റ്റി മൂവ്മെന്റ് മുകളിലോടെങ്കിൽ 52,267, താഴോട്ടാണെങ്കിൽ 15,000ലേക്ക് നമുക്കൊരു ഒരു അപ്പർ ഒരു ഡേഞ്ചറസ് അല്ലെങ്കിൽ നല്ലൊരു കിടില മൂവ് തരാനുള്ള ഒരു ലെവൽ എന്ന രീതിയിൽ പറയാം. വേറൊരു കാര്യം ഓർത്തുകൊള്ളുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,661 മുകളിൽ നിൽക്കുന്നതോളം കാലം 52,267 എന്ന് പറഞ്ഞ ഫെയിൽഡ് ഓപ്ഷൻ, കഴിഞ്ഞ ആഴ്ച വീക്കിലി എഫ് എ വന്ന 50,933 വന്ന വീക്കിലി എഫ് എ ടാർഗറ്റ് തരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് പോവാം. സോ നിഫ്റ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഞാൻ പറഞ്ഞു 2 ദിവസം ഒരേ റേഞ്ച് ആണ്. നിഫ്റ്റിയുടെ പ്രൊഫൈൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെയും, ഞാൻ ഈ പ്രൊഫൈലിനൊക്കെ ഞാൻ മെർജ് കൊടുക്കാം എന്നിട്ട് നമുക്ക് അറിയാൻ വേണ്ടി. ഇപ്പൊ ഇന്നലെ ഇന്നും കൂടെ പ്രൊഫൈൽ, ഇതിപ്പോ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് പ്രൊഫൈൽ, ഇന്നലെ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ. രണ്ട് പ്രൊഫൈൽ ഒരേ റേഞ്ച് ആയി നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ടിനും കൂടെ മെർജ് ചെയ്തു. സോ 25,335 എന്ന് പറഞ്ഞ പി ഒ സിയുടെ ഭാഗത്താണ് ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓർത്തോളുക, 25,275 താഴെ മാർക്കറ്റ് പൊട്ടിയാൽ മാത്രമേ താഴേക്ക് വരുവുള്ളൂ. 25,420 മുകളിൽ പോയാൽ മാത്രമേ ഇനി ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ. ഇപ്പൊ ഓർത്തോളുക, ഇതിനകത്ത് കിടന്ന് കളിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബാലൻസ് എടുത്തുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ 25,420 മുകളിൽ ബൈ, 25,275 താഴെ നമുക്ക് സെല്ലിനെ കുറിച്ച് ചിന്തിക്കാം. ഈ പി അതിന് താഴെ വന്ന് വരികയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പായ 25,223, അതിന് താഴെ 25,168, അതിന് താഴെ 25,195 എന്ന് പറഞ്ഞ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാനും, 25,95 താഴെ 25,050 എന്ന് പറഞ്ഞ വാല്യൂലെ ലോ ഈ ഭാഗം ടെസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ താഴേക്കുള്ള ചാൻസ് ആദ്യം ഒന്ന് വരച്ചു വയ്ക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ. 25,335 ആണ് നമ്മുടെ 2 ദിവസത്തെ കമ്പൈൻഡ് ആയിട്ടുള്ള പി ഒ സി. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ താഴേക്ക് എന്താ സപ്പോർട്ട് എടുത്ത 25,270, 25,275 നമ്മളെ സംബന്ധിച്ച് സപ്പോർട്ട്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ഈ 275 അല്ല, ആക്ച്വലി പറയുകയാണെങ്കിൽ 25,281 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള സപ്പോർട്ട്. അതിൽ അത് കാണുന്ന അങ്ങനെ ആയിരിക്കും 281. അത് പൊട്ടുകയാണെങ്കിൽ 25,223 എന്ന് പറഞ്ഞ ആ ലെവൽ ടെസ്റ്റ് ചെയ്യും. 25,223. ഓക്കെ, അതിന് താഴെ പറഞ്ഞ 25,170, 25,170യും, അതിന് താഴെ 25 എന്താണ് 25,170, 25,095, 25,095യും അതൊരു പി ഒ സി ആയതുകൊണ്ട് ആ പി ഒ സിയുടെ കളർ ഞാൻ കൊടുത്തേക്കാം. അതിന് താഴെ 25,050. ക്ലിയർ ആയല്ലോ? 25,050 ഇതായിരിക്കും നമ്മുടെ സംബന്ധിച്ച് താഴേക്കുള്ള മാർക്കറ്റിന്റെ ഒരു പ്രയാണം. ബാങ്ക് നിഫ്റ്റിയുടെ പ്രയാണം വരെയാണെങ്കിൽ ഇങ്ങോട്ട് ബാങ്ക് നിഫ്റ്റിയുടെ പ്രയാണം വരെ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്. ഇനി ഓർത്തുകൊള്ളുക, 25,420 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ 25,420 മുകളിൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 420 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25 എത്രയാണ് 503, 503ക്ക് മുകളിൽ എത്രയാണ് അടുത്ത വരുന്നത് 503,
503ക്ക് മുകളിൽ 575ഉം 575ന് മുകളിൽ 644ഉം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തോളൂ, ഇത് ST ബാൻഡ് വെച്ചാണ്. അതിന് മുകളിൽ 25 503, അതിന് മുകളിൽ 25 573 25 573, അതിന് മുകളിൽ 25 643 644. ഇതായിരിക്കും നമുക്ക് മുകളിലേക്കുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു ലെവൽ. ഓർത്തോളൂ. അപ്പൊ ഇതായിരിക്കും നമുക്ക് നാളെ മാർക്കറ്റിൽ, നാളെ അല്ല ഇനി വരുന്ന ദിവസങ്ങളിലെ ഈ ലെവൽ, ഒരു ദിവസം മാർക്ക് കൊണ്ടിരിക്കും. നാളെ നമുക്ക് ഇത്ര ലെവലിൽ നോക്കിയാൽ മതി. സോ 25 420ക്ക് മുകളിൽ മാത്രം ബൈ എടുത്താൽ മതി. 25 281 താഴെ മാത്രം സെൽ എടുത്താൽ മതി. ഇതില്ലെങ്കിൽ ഇതിനകത്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റേഞ്ച് കളി ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരുടെയും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.